ഹലോ, നമസ്കാരം. ഞാൻ കലാശാല മുരളി. നമ്മൾ ഇന്ന് ഒരു ചേന മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചേന മെഴുക്കുവരട്ടി എന്ന് പറയുന്നത് ഒരു ഔഷധം കൂടിയാണ്. പൈൽസിന്റെ അസുഖമുള്ളവർക്ക് വളരെ ഗുണകരമായ ഒരു ഭക്ഷ്യസാധനമാണ് ചേന. ആ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ അത് സത്യത്തിൽ എരുമനെയ്ക്കകത്ത് ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിച്ചാൽ പൈൽസിന് വളരെയധികം കുറവ് കിട്ടും. എന്നാൽ എരുമനെയ്യ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് പശുവിൻ നെയ്യ് ഉപയോഗിക്കാം. അപ്പോൾ ചേനയെടുത്ത് മെഴുക്കുവരട്ടി പരുവത്തിൽ അരിഞ്ഞ് ഒരു പാത്രത്തിൽ അല്പം വെള്ളവും ഉപ്പും മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുക. ആ വേവിച്ച് വെച്ചതിന് ശേഷം വേണം നമ്മൾ മെഴുക്കുവരട്ടിയിലേക്ക് കടക്കാൻ. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 സ്പൂണോളം വരുന്ന പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചേന ഇട്ട് കൊടുക്കുക. ആ ചേനയോടൊപ്പം ഒരല്പം പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം അത് അങ്ങോട്ട് വേകണം. വെന്ത് വരുമ്പോഴേക്കും ഒരു സ്പൂൺ എടുത്ത് അതൊന്ന് ഇളക്കി ആ ചേന ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മെഴുക്കുവരട്ടി പരുവമാകണം. അതിൻ്റെ ശകലം സമയമെടുക്കും. അപ്പം വളരെ വൃത്തിയായി ഇളക്കി കൊടുക്കുക. പൈൽസിന് അത്യുത്തമമാണ്. ആയുർവേദ വൈദ്യശാലകളിലൊക്കെയും ചേന ലേഹ്യം പൈൽസിൻ്റെ അസുഖത്തിന് വേണ്ടി കൊടുക്കാറുണ്ട്. നമുക്ക് വീട്ടിൽ നിത്യമായിട്ട് നമുക്കിങ്ങനെ ഒരല്പം മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കി പച്ചമോരും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചാൽ വളരെയധികം വ്യത്യാസം ഈ പൈൽസിൻ്റെ അസുഖത്തിന് ഒക്കെ ഉണ്ടാകും. വളരെ സ്വാദിഷ്ടമാണ്. ഉച്ചയൂണിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഭക്ഷ്യ സാധനമാണ് ഈ ചേന മെഴുക്കുവരട്ടി എന്ന് പറയുന്നത്. ഈ ചേന മെഴുക്കുവരട്ടി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക. പൈൽസിൻ്റെ അസുഖമുള്ളവർ ധൈര്യമായിട്ട് ഇത് കഴിക്കാം. ഈ ഭക്ഷ്യ സാധനം അല്പം ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ആ ചേന വേവിക്കുമ്പോൾ അതിനകത്ത് ഇട്ടിരുന്നാൽ മതി. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതൊക്കെ വേവിച്ച് വെച്ചിരുന്നത്. പശുവിൻ നെയ്യാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അപ്പം വളരെ സ്വാദിഷ്ടമാണ്. ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് ഒന്ന് പ്രതികരിക്കണം. സന്തോഷമായ ഒരു സംശയവും വേണ്ട. അപ്പം നന്ദി, നമസ്കാരം.